ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന 3D ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിന് തിയേറ്ററുകളിൽ വമ്പൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ഏറെ നാളുകൾക്ക് ശേഷം ഇറങ്ങിയ മലയാളത്തിന്റെ 3D ചിത്രമെന്ന നിലയ്ക്ക് ഗംഭീരമായ തിയേറ്റർ അനുഭവം തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. 50 കോടിക്ക് മുകളിലാണ് ഒരാഴ്ച പിന്നിട്ടപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എത്തി നിൽക്കുന്നത്. റിലീസ് ചെയ്ത് രണ്ടാം വാരത്തിലേക്ക് കയറിയപ്പോൾ 50 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം വരും ദിവസങ്ങളിൽ റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷൻ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ദിനം തന്നെ 5 കോടിക്ക് മുകളിലായിരുന്നു ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ. 4-ാം ദിവസം മാത്രം 10 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് കളക്ഷനായി ചിത്രം നേടിയത്. വരും ദിവസങ്ങളിൽ വമ്പൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ സ്വന്തമാക്കി ARM ബോക്സ് ഓഫീസിൽ വേട്ട തുടരുകയാണ്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, UGM മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്കറിയ തോമസും ചേർന്നാണ് 5 ഭാഷകളിൽ റിലീസ് ചെയ്ത 3D ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന ചിത്രത്തിൽ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികമാരായി എത്തുന്നത്. ഇവർക്കൊപ്പം ബേസിൽ ജോസഫ്, ജഗദീഷ്, ഹരീഷ് ഉത്തമൻ, കബീർ സിംഗ്, പ്രമോദ് ഷെട്ടി, രോഹിണി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തുന്നു. ചിത്രം വമ്പൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമ്പോഴും ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പല സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ടെന്ന വാർത്തയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. ജനശതാബ്ദി എക്സ്പ്രസിലിരുന്ന് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് കാണുന്ന ഒരാളുടെ വീഡിയോ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ ജിതിൻ ലാൽ സോഷ്യൽ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത്രമാത്രം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അതും 12 വർഷത്തോളം നീണ്ടുനിന്ന തിരക്കഥാരചനയും ചിത്രത്തിന്റെ ഷൂട്ടിംഗും ഇത്രമാത്രം കഷ്ടപ്പാടോടെടുത്ത സിനിമയുടെ കഷ്ടപ്പാടുകളെ മുഴുവൻ നിസാരവൽക്കരിച്ച് ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അജയന്റെ രണ്ടാം മോഷണം മലയാളത്തിലെ മറ്റൊരു റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷൻ ചിത്രമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽ.